ഇന്നത്തെ വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോട്ടിൻ്റെ സൂപ്പർ എക്സ്ട്രാ ബാസ് എന്ന് പറഞ്ഞ ഒരു ഹെഡ്സെറ്റ് ആണ്. വളരെ മികച്ചതും അതുപോലെ നല്ല ബാസും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഒക്കെയുള്ള നല്ലൊരു ഹെഡ്ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിലൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഹെഡ്ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വിക്ക് അൺബോക്സ് ഒന്ന് കാണാം. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു റാപ്പിൽ നല്ലൊരു ക്വാളിറ്റിയോടെ തന്നെ കവറിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു വാറണ്ടി കാർഡ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഒരു 1 year വാറണ്ടി കാർഡാണ് കിട്ടുന്നത്. അതിന് മുമ്പ് നമുക്ക് സിസ്റ്റത്തിലോട്ട് വരുന്നതിന് മുമ്പ്, ഹെഡ്ഫോണിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് കവറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കവറിൽ അത്യാവശ്യം സ്പെസിഫിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്. ഫെദർ ലൈറ്റാണ്, അതായത് 150 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇത് വൈഡ് ഹെഡ്സെറ്റാണ്. ഇതിനകത്ത് മൈക്കുണ്ട്, അതുപോലെ ഹാൻഡ്സ് ഫ്രീ കോളിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് സൂപ്പർ എക്സ്ട്രാ ബാസ് എന്ന് പറഞ്ഞ ഫീസ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു ബട്ടൺ തന്നെയാണ് മൈക്രോഫോണിലും അതോടൊപ്പം കോൾ കട്ട് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലത്തെ ഓപ്ഷൻസ് ആണ് ഫോൾഡബിൾ, നമുക്ക് മടക്കി യൂസ് ചെയ്യാനും സെർവ് ചെയ്യാനൊക്കെ പെട്ടെന്ന് പറ്റിയ ഒരു ഹെഡ്ഫോണാണ് ബോട്ടിൻ്റെ ഈ ഹെഡ്ഫോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റാപ്പ് ഒക്കെ അയച്ച് റിമൂവ് ചെയ്ത് കാണിക്കാം. ഇത് അവർ ഫോൾഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഫോൾഡബിൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. വൈഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ് അല്ലേ, നല്ല അടിപൊളി ബിൽറ്റ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അതിലോട്ട് വരാം. ഇത്രയാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇത്രയും ഹൈറ്റ് ഇത്രയും നീളം നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ ഹെഡ്സെറ്റിനുണ്ട്. ബോട്ടിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ കാണാൻ സാധിക്കും ഒരു ഗ്രില്ല് ഫിനിഷിങ് നമുക്കിനകത്ത് ലഭിക്കുന്നുണ്ട് സൈഡിലായിട്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊരു ഗ്രില്ലാണ്. തൊട്ടിപ്പുറത്ത് നല്ല സ്പോഞ്ചി ക്വാളിറ്റിയുള്ള നല്ല നമുക്ക് ചെവി വെക്കുമ്പോൾ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ അതുപോലെ തന്നെയാണ്. പിന്നെ ബട്ടണും കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നും വരുന്നില്ല. താഴോട്ട് വയേർഡിൽ വരുമ്പോൾ ചെറിയൊരു മൈക്കും അതോടൊപ്പം ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഓവറോൾ നമ്മുടെ ബോട്ടിൻ്റെ സ്പീക്കറിൻ്റെ ലുക്കും കാര്യങ്ങളെന്ന് പറയുന്നത്. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്പീക്കറിന്. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മുടെ 3.5 mm കുത്താനുള്ള ഓഡിയോ ജാക്കിൽ കുത്താനുള്ള പിന്നെന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ സാധിക്കും. ഒരു സിൽവർ കോട്ടിങ്ങോട് കൂടിയ നല്ലൊരു ഫ്ലെക്സിബിൾ പിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കംഫോർട്ടബിൾ ലഭിക്കുന്നത്. അതോടൊപ്പം ഇതിൻ്റെ വയറെന്ന് പറയുന്നത് നല്ല ഒരു ക്വാളിറ്റി വയറായതുകൊണ്ട് തന്നെ അങ്ങനെ ഇടയ്ക്ക് വെച്ച് ബാഗിൽ കൊള്ളുകയോ അല്ലെങ്കിൽ കീറിപ്പോവുകയോ മുറിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ഒരു ഡിസൈനും കാര്യങ്ങളുള്ള നല്ലൊരു സ്പീക്കറാണ്, നല്ലൊരു ഹെഡ്സെറ്റാണ് ബോട്ടിൻ്റെ ഹെഡ്സെറ്റൊക്കെ. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇപ്പം 799 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ കവറിൻ്റെ പുറത്ത് കിടക്കുന്നത് 2000 സംതിങ് വിലയാണ് ഇതിൻ്റെ കവറിൻ്റെ പുറത്ത് കിടക്കുന്ന വിലയൊക്കെ. അപ്പം നമുക്ക് എന്തുകൊണ്ടും വാങ്ങിക്കാൻ പറ്റിയ ഈ ഒരു 1000 രൂപയ്ക്ക് താഴെ എന്തുകൊണ്ടും വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു ഹെഡ്സെറ്റാണ് ബോട്ടിൻ്റെ ഹെഡ്സെറ്റ്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഓഫേഴ്സൊക്കെ നോക്കി വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ ടെക്നോളജി ആയിട്ടുള്ള നല്ലൊരു വീഡിയോയും വ്ലോഗിങ് ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഇറ്റ്സ് മീ ഗോപികൃഷ്ണ സൈനിങ് ഓഫ്.